Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതേ സെയിം റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇതിന് നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് വെന്താലും നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്പെഷ്യൽ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നുമില്ലെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.
ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.